സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അമർത്തണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ ചാനൽ സ്നാക്ക് ടൈം കേരള. ഇന്നൊരു കേക്ക് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കുറച്ച് പേര് എന്നോട് ചോദിച്ചിരുന്നു കേക്ക് റെസിപ്പി ചെയ്യുന്നില്ലേ, അപ്പോൾ അവർക്ക് വേണ്ടി തന്നെയാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇന്നൊരു ചോക്ലേറ്റ് ക്രീം കേക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ബാറ്ററിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ആദ്യം എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഇതിലേക്ക് വേണ്ടത് 1.5 കപ്പ് മൈദയാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 3/4 കപ്പ് പഞ്ചസാര, അത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/4 കപ്പ് കൊക്കോ പൗഡർ, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 കപ്പ് ഓയിൽ, പിന്നെ ലാസ്റ്റായിട്ട് വാനില എസൻസ് 2 ടീസ്പൂൺ. ആദ്യം നമുക്ക് ഓയിലിൽ പഞ്ചസാരയും വാനില എസൻസും മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ആദ്യം തയ്യാറാക്കിയെടുക്കാം. ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ആദ്യം ഓയിൽ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. വാനില എസൻസും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീറ്റർ വെച്ചിട്ടും ചെയ്യാം, അപ്പോൾ ഞാനിവിടെ വിസ്ക് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇനി നന്നായി മിക്സായി വരണം. ഏകദേശം ഒരു ക്രീമി പോലെ ആവുന്നത് വരെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ ഒരു ക്രീം പരിവാവുന്നത് വരെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്കാണ് നമ്മൾ ബാക്കി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ പൊടികൾ ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് അതൊന്ന് തരിച്ചെടുക്കണം. അതിന് നമുക്ക് ആദ്യം ഇതിലേക്ക് അരിപ്പ വെച്ചെടുത്തിട്ട് ഇതൊന്ന് തരിച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് മൈദ ഇട്ട് കൊടുത്തിട്ട് ബാക്കി പൊടികളും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മുഴുവനായിട്ടും തരിച്ചെടുക്കാം. മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് മുഴുവനായിട്ട് നമുക്ക് തരിച്ചെടുക്കാം. ബാറ്റർ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഈ മിക്സിങ് വളരെ അധികം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ബാറ്റർ നന്നായാലേ ഉള്ളൂ കേക്ക് നമ്മൾ ഉദ്ദേശിച്ച പോലെ നന്നാവുക. അപ്പോൾ അത് മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വളരെ സൂക്ഷിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. നമ്മൾ മുഴുവനായി തരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നമ്മളൊരു സൈഡിൽ നിന്ന് മാത്രമായിട്ട് ഇത് ഇളക്കി മിക്സ് ചെയ്യണം. നമ്മൾ സാധാരണ മിക്സ് ചെയ്യുന്നത് പോലെ പല സൈഡിൽ നിന്നായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. ഒരു സൈഡിൽ നിന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഒരു 1/4 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി നമ്മുടെ ബാറ്റർ ഒന്ന് ടൈറ്റായി വരുമ്പോൾ വീണ്ടും കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ചും കൂടി ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കുകയാണ്. മുഴുവനായിട്ടും വേണ്ട, കുറച്ച് മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമ്മുടെ ബാറ്ററിന്, എന്നാൽ മാത്രമേ കേക്ക് നല്ലപോലെ ശരിയായി വരിക. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഞാനൊരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് പ്രഷർ കുക്കറിൻ്റെ ഉള്ളിൽ കുറച്ച് മുകളിലായിട്ട് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കേക്ക് കുക്കായി വന്നതിന് ശേഷം പുറത്തേക്ക് എടുക്കുമ്പോൾ സ്മൂത്തായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കേക്ക് വളരെ എളുപ്പത്തിൽ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എല്ലായിടത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇത്. ഇനി നമുക്കിതിലേക്ക് ബാറ്റർ പതുക്കെ ആയിട്ട് ഒഴിച്ച് കൊടുക്കാം. ബാറ്റർ ഏകദേശം മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ കുക്കറൊന്ന് തട്ടിക്കൊടുക്കാം. ഇനി ഞാനിത് കുക്ക് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ ഒരു സിമ്മിലിട്ടിട്ട് 3/4 മണിക്കൂറാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കേക്ക് കുക്കായി വന്നിട്ടുണ്ട്. ഇനി
ഇത് ഉള്ളിൽ വേവായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ടൂത്ത് പീക്ക് വെച്ചിട്ട് നോക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് വെന്തിട്ടുണ്ടെന്ന്. അല്ലെങ്കിൽ ടൂത്ത് പീക്കിലൊക്കെ എന്തെങ്കിലുമായിട്ട് ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ കേക്ക് ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഇനി കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള വിപ്പിംഗ് ക്രീം നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീമാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 4 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി വിപ്പിംഗ് ക്രീം ഒരു 10 മിനിറ്റ് നേരം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റായതിന് ശേഷം നമുക്ക് കൊക്കോ പൗഡറും പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഇതൊരു 10 മിനിറ്റ് നേരം ഒന്ന് ബീറ്റ് ചെയ്യാം. ഒന്ന് ക്രീമി പോലെ ആയതിനു ശേഷം നമുക്ക് കൊക്കോ പൗഡറും പഞ്ചസാരയും ഒപ്പം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അധികം നേരം ബീറ്റ് ആക്കണ്ട, ഒരു 10 അല്ലെങ്കിൽ 5 മിനിറ്റൊക്കെ മതി ബീറ്റ് ആക്കണം. അത്ര മതി സമയം. ഇനി നമുക്കിതിലേക്ക് കൊക്കോ പൗഡറും പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലൊരു നല്ല ക്രീമായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ബീറ്റ് ചെയ്യൽ നിർത്താം. അധികം ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം പോലെ ആവുള്ളൂ. അപ്പോൾ അത് സൂക്ഷിക്കണം. ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബീറ്റ് ചെയ്ത് നിർത്തുകയാണ്. ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. അടുത്തതായിട്ട് ഞാൻ ചോക്ലേറ്റ് ഗനാശയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ടൊരു ഗ്ലാസ് ബൗളാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 150 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇത് മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മളൊരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് തിളപ്പിക്കുന്നത്. എന്നാലാണ് പെട്ടെന്ന് മെൽറ്റായി വരിക. ചോക്ലേറ്റ് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് മെൽറ്റായി വരും. ഇപ്പോൾ നമ്മൾ കേക്കിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോക്ലേറ്റ് ഗനാശ തയ്യാറാക്കിയിട്ടുള്ളത്. അടുത്തതായിട്ട് ഇനി കേക്കിൻ്റെ ഡെക്കറേഷൻ വർക്കിലേക്ക് പോകാം. ഇവിടെ ഞാൻ പൈപ്പിംഗ് ബാഗിൽ വിപ്പിംഗ് ക്രീം മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നേ കുറച്ച് ക്ലിപ്പ് കട്ടായി പോയിട്ടുണ്ട്. അതിന് സോറി പറയുന്നു. ആദ്യം ഞാൻ കേക്ക് 2 ലെയറായി കട്ട് ചെയ്തിട്ട് താഴത്തെ ലെയറിൽ കോഫി സിറപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഒരു ലെയർ വിപ്പിംഗ് ക്രീം താഴത്തെ ലെയറിൽ സ്പ്രെഡ് ആക്കിയതിന് ശേഷമാണ് മുകളിലത്തെ ലെയർ വെച്ച് കൊടുത്തത്. എന്നിട്ടാണ് നമ്മൾ മുകളിൽ വിപ്പിംഗ് ക്രീം ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി സൈഡിലായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കേക്ക് മുഴുവനായിട്ടും വിപ്പിംഗ് ക്രീം വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലെയേഴ്സൊക്കെ ഏകദേശം കറക്റ്റ് ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടേണിംഗ് ടേബിളിൽ വെച്ച് ചെയ്യുമ്പോൾ ഇത് വളരെ കറക്റ്റായി കിട്ടും. ഇപ്പോൾ സൈഡും മുകൾ ഭാഗവും കറക്റ്റായി വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കിനി ഇതിലേക്ക് സൈഡിലായിട്ട് ചോക്ലേറ്റ് ഗനാശ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കേക്കിൻ്റെ സൈഡിൽ ഫുള്ള് ഒരു റൗണ്ടായിട്ട് തന്നെ നമുക്കിത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുഴുവനായിട്ടും ചോക്ലേറ്റ് ഗനാശ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് മുകളിൽ എന്തെങ്കിലും ഡിസൈൻസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ ഫ്ലവർ ഡിസൈനാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും വെറൈറ്റി ഡിസൈൻസ് അറിയുന്നെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഞാൻ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു ലെയർ സിമ്പിളായിട്ട് വേറൊരു ഫ്ലവർ ഡിസൈനാണ് ചെയ്യുന്നത്. അതും മുഴുവനായിട്ട് ചെയ്തെടുക്കാം.
ഇനി ഇതുപോലത്തെ ഒരു ലെയറും കൂടി ചെയ്തെടുക്കാം. ഒരു ലെയർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു ലെയറും കൂടി ചെയ്തെടുക്കാം. അപ്പം ഞാൻ 2 ലെയറായിട്ട് ആ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സൈഡിലായിട്ട് വേറൊരു ഫ്ലവറും കൂടി ചെയ്തെടുക്കാം. അങ്ങനെ മുഴുവനായിട്ട് ഫ്ലവർ ഡിസൈൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മിഡിലായിട്ട് നമുക്ക് ഗനാശ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഒരു റൗണ്ട് ഷേപ്പിലാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം. മറ്റ് ഡിസൈൻസിനെ ഒന്നും തട്ടാതെ ചെയ്യണം. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻ വർക്ക് ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ചോക്ലേറ്റ് ക്രീം കേക്ക് ഡെക്കറേഷൻ വർക്കൊക്കെ കഴിഞ്ഞിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബർത്ത്ഡേക്കൊക്കെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ് ചെയ്യാൻ, വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഈ കേക്ക് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.